നമസ്കാരം. ജൂൺ 4-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ VIP മണ്ഡലങ്ങളിൽ എന്താകും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് വടകരയിൽ 78.41% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു ലോക്സഭാ മണ്ഡലമാണ്. നമുക്കറിയാം, LDF സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറായിരുന്നു, UDFന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, BJP സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ എന്നിവരായിരുന്നു വടകരയിൽ മത്സരരംഗത്തുണ്ടായിരുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ വാർത്തകളിൽ നിറഞ്ഞു നിന്നതും വടകര തന്നെയായിരുന്നു. വടകര സത്യത്തിൽ UDFന്റെയും LDFന്റെയും അഭിമാന പോരാട്ടം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലം തന്നെയാണ്. ആ മണ്ഡലത്തിൽ ഇക്കുറി ശൈലജ ടീച്ചർ വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് വിവാദങ്ങളും ഒപ്പം ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് വടകരയിൽ സംഭവിച്ചത്. ടീച്ചറെ വർഗീയവാദിയാക്കാനൊക്കെ ഷാഫി പറമ്പിലിന്റെ സൈബർ വിങ്ങുമൊക്കെ ശ്രമം നടത്തിയതൊക്കെ ഷാഫിക്ക് വലിയ തോതിൽ തന്നെ പ്രതികൂലമായി ബാധിക്കും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ശൈലജ ടീച്ചർ ഇക്കുറി വടകരയിൽ ജയിച്ചു കയറും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്ന VIP മണ്ഡലം 77.21% രേഖപ്പെടുത്തിയ കണ്ണൂരാണ്. കണ്ണൂരിൽ നമുക്കറിയാം, കണ്ണൂരിൽ LDFന്റെ സ്ഥാനാർത്ഥി MV ജയരാജനായിരുന്നു, UDFന്റെ സ്ഥാനാർത്ഥി K സുധാകരനായിരുന്നു, BJP സ്ഥാനാർത്ഥി C രഘുനാഥായിരുന്നു. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ധർമ്മടത്ത് നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചൊരു വ്യക്തി കൂടിയായിരുന്നു. എന്തായാലും നമുക്കറിയാം, UDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന K സുധാകരൻ KPCC പ്രസിഡന്റ് കൂടിയാണ്. അതുകൊണ്ടാണ് അതൊരു VIP മണ്ഡലമായി മാറിയത്. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടന്നത്. തുടക്കം മുതൽ തന്നെ അഭിപ്രായ സർവേകളിൽ പറഞ്ഞതുപോലെ തന്നെ MV ജയരാജന് തന്നെയാണ് ഇക്കുറി കണ്ണൂരിൽ സാധ്യത എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബൂത്ത് തല കണക്കുകളൊക്കെ പുറത്തു വരുമ്പോഴും എന്തായാലും MV ജയരാജൻ തന്നെ അവിടെ ജയിച്ച ലോക്സഭയിലേക്ക് പോകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിദാരുണമായ തോൽവി തന്നെയാകും അവിടെ K സുധാകരൻ ഉണ്ടാവുക. K സുധാകരന്റെ തോൽവി അത് കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടങ്ങൾ, കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്ന വലിയ ഒരു പ്രതിസന്ധി, അതൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായി മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ്. K സുധാകരൻ തോൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് തോറ്റു എന്ന രീതിയിലാകും മിക്കവാറും അന്നത്തെ പിറ്റേ ദിവസത്തെ മുഖ്യധാര പത്രങ്ങളിലെയൊക്കെ പ്രധാനപ്പെട്ട തലക്കെട്ടാകാൻ സാധ്യത. എന്തായാലും ഇനി നമ്മൾ അടുത്തത് പോകുന്നത് നേരെ ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിൽ 75.05 പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ദേശീയ നേതാവായ KC വേണുഗോപാലായിരുന്നു. LDFന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് MP തന്നെയായിരുന്ന AM ആരിഫ് ആയിരുന്നു. BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നു. അവിടെയും നല്ല വീറും വാശിയോടും കൂടിയ ഒരു മത്സരം തന്നെയാണ് നടന്നത്. AM ആരിഫിനെ സംബന്ധിച്ച് അദ്ദേഹം MP ആയിരുന്നപ്പോൾ നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. MP എന്ന രീതിയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചൊരു വ്യക്തി കൂടിയാണ്. ഏറ്റവും കൂടുതൽ MP ഫണ്ട് ഉപയോഗപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. കേരളത്തെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ലോക്സഭയിൽ ഉന്നയിച്ച് ഒപ്പം കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തിയ ഒരാൾ കൂടിയാണ് AM ആരിഫ്. അവിടെ നല്ല ഒരു ഗംഭീര ഒരു മത്സരം കാഴ്ചവെക്കുന്നു. ഒപ്പം KC വേണുഗോപാലിനെ പോലെ ഒരു നേതാവ് ഇവിടെ വന്ന് നമ്മൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കെതിരെ ഈ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കക്ഷിയായിട്ടുള്ള ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി KC വേണുഗോപാൽ BJP ഇല്ലാത്ത ആലപ്പുഴയിൽ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നതിൽ പൊതുവെ ജനങ്ങൾക്കൊരു അതൃപ്തി ഉണ്ടായിരുന്നു. ഒപ്പം ഒരു വിഷയത്തിലും ഈ പറയുന്നത് പോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് നിലപാടില്ലായ്മയൊക്കെ KC വേണുഗോപാലിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് കോൺഗ്രസ് നശിച്ചു, അതുകൊണ്ട് ഇനി കേരളത്തിൽ വന്ന് മത്സരിക്കാം എന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടാണോ KC വേണുഗോപാൽ ഇവിടെ വന്നത് എന്ന ചോദ്യം തുടക്കം മുതൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ടായിരുന്നു. ഒപ്പം രാജ്യസഭാ അംഗം കൂടിയാണ് KC വേണുഗോപാൽ. KC വേണുഗോപാൽ ഇവിടെ നിന്ന് മത്സരിക്കുമ്പോൾ അവിടെ രാജ്യസഭയിൽ BJPക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ അത് ഗുണം ചെയ്യും എന്ന് ജനങ്ങൾക്കറിയാവുന്നത് കൊണ്ടൊക്കെ തന്നെ BJPയെ വളർത്താതിരിക്കാൻ ഇവിടെ KC വേണുഗോപാൽ തോറ്റേ മതിയാകൂ എന്ന് ജനങ്ങൾ ഒരു നിലപാടെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ആലപ്പുഴയിൽ AM ആരിഫ് ജയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ വയനാട് നമുക്കറിയാം 73.57% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വയനാടും ഈ പറയുന്നത് പോലെ UDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. അവിടെ LDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ദേശീയ നേതാവായിട്ടുള്ള ആനി രാജയാണ്. BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് BJPയുടെ അധ്യക്ഷനായ K സുരേന്ദ്രനായിരുന്നു. അവിടെയും നല്ല രീതിയിലുള്ള ഒരു മത്സരമൊക്കെ കാഴ്ചവെച്ചിരുന്നു. വയനാട്ടിൽ കഴിഞ്ഞ തവണയും ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു MP. പക്ഷേ വയനാടിനെ സംബന്ധിക്കുന്ന ഒരു വിഷയങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് വരാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല
രാഹുൽ ഗാന്ധി MP എന്ന നിലയിൽ വലിയ പരാജയമായിരുന്നു. പക്ഷേ ഇക്കുറി അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ഇതൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വലിയ തോതിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആനി രാജയ്ക്ക് എല്ലാ ആളുകളിലേക്കും ഇറങ്ങി എത്താനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം റായ്ബറേലിയിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. റായ്ബറേലിയിൽ അദ്ദേഹം മത്സരിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ജയിക്കും. കാരണം കോൺഗ്രസിന്റെ ഈറ്റില്ലമാണ് റായ്ബറേലി എന്ന് പറയുന്നത്. അവിടെ ഏതൊരാളെ കൊണ്ടുവന്നിറക്കിയാലും അവിടെ UDFന്റെ സ്ഥാനാർത്ഥി മാത്രമേ ജയിക്കൂ. അങ്ങനെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ വയനാടിനെ കൈവിടുന്ന ഒരു കാഴ്ചയുണ്ടാകും, സാഹചര്യം ഉണ്ടാകും. ഇത് ആനി രാജ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അവിടെ വയനാടിനെ സംബന്ധിച്ച് ഇക്കുറി ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത്. വയനാടിൽ ഒരുപക്ഷെ ചിലപ്പോൾ അവിടെ രാഹുൽ ഗാന്ധി ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും വയനാടിൽ 73.57% രേഖപ്പെടുത്തിയ വയനാടിൽ രാഹുൽ ഗാന്ധി ജയിച്ചേക്കും. പക്ഷേ രാഹുൽ ഗാന്ധി ജയിച്ചാൽ രാഹുൽ ഗാന്ധി ആ മണ്ഡലം കൈവിടുന്ന സാഹചര്യം ഉണ്ടാകും. പിന്നീട് അവിടെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ആനി രാജ വലിയ ഭൂരിപക്ഷത്തിൽ, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിൽ 72.90 പോളിംഗ് രേഖപ്പെടുത്തുന്നു. അങ്ങനെ രേഖപ്പെടുത്തിയ തൃശ്ശൂരിലെ ഒരു പ്രവചനം ഒന്ന് എടുത്തു പരിശോധിച്ചാൽ നമുക്കറിയാം, UDFന്റെ സ്ഥാനാർത്ഥി അവിടെ K മുരളീധരനാണ്, LDFന്റെ സ്ഥാനാർത്ഥി VS സുനിൽകുമാറാണ്, BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് അവിടെ നടന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറഞ്ഞ തീപ്പൊരി ഒരു പോരാട്ടം തന്നെയാണ് അവിടെ നടന്നത്. പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ നമുക്കറിയാം K മുരളീധരനെ സംബന്ധിച്ച് മുരളീധരൻ അവിടെ മത്സരരംഗത്ത് ഇറങ്ങിയപ്പോൾ മുതൽ തന്നെ കോൺഗ്രസിനകത്ത് തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. TN പ്രതാപനെ മാറ്റിക്കൊണ്ടാണ് അവിടെ K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി കെട്ടിയിറക്കുന്നത്. K മുരളീധരന് കാര്യമായി തന്നെ ജനങ്ങളെ ഒന്നും ക്യാൻവാസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം K മുരളീധരനെ ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി TN പ്രതാപൻ പക്ഷം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഒരു സംശയമായി തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഇനി സുരേഷ് ഗോപിയിലേക്ക് വരികയാണെങ്കിൽ, സുരേഷ് ഗോപി ഒരു അധികാരമോഹിയാണെന്ന് ജനങ്ങൾക്ക് നന്നായി മനസ്സിലായതാണ്. പൗരത്വ ഭേദഗതി നിയമമൊക്കെ നടപ്പിലാക്കണം എന്ന് പറയുന്ന വ്യക്തി, മണിപ്പൂർ വിഷയത്തിൽ പ്രത്യേകിച്ച് നിലപാടില്ലാത്ത വ്യക്തി, അങ്ങനെ തുടങ്ങി ഒരു മൂത്ത കേന്ദ്രസംഘി, ഒരു മൂത്ത സംഘി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു മൂത്ത കേന്ദ്രസംഘിയാകാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് സുരേഷ് ഗോപി എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാണിക്കുന്ന മുഴുവൻ അടവും അഭിനയമാണെന്ന് ഈ തൃശ്ശൂരിലെ ജനങ്ങൾ നന്നായി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിന്റെ അത്രവും പോലും തന്നെ സുരേഷ് ഗോപിക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. കഴിഞ്ഞ തവണ മതവും രാഷ്ട്രീയവും ഒക്കെ കൂട്ടിക്കുടച്ച്, അയ്യപ്പ വിഷയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതൊക്കെ കൂട്ടിക്കുടച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കളി കളിച്ചിട്ട് പോലും സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇക്കുറി രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ സുരേഷ് ഗോപിക്ക് ഒരു സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പിന്നെ അവിടെ സാധ്യത VS സുനിൽകുമാറിനാണ്. VS സുനിൽകുമാർ തൃശ്ശൂരുകാരനാണ്. ഒപ്പം തൃശ്ശൂർക്കാരുടെ മനസ്സറിയുന്ന വ്യക്തിയാണ്. തൃശ്ശൂരിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ പറയുന്ന പോർമുഖങ്ങളിൽ ഒരു പോരാളിയായി തന്നെ VS സുനിൽകുമാർ ഉണ്ടായിരുന്നു. പ്രളയ സമയത്തൊക്കെ സ്വന്തം ജീവൻ പോലും നോക്കാതെ തൃശ്ശൂരുകാർക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച സുനിൽകുമാറിന്റെ മുഖം ആരുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ VS സുനിൽകുമാർ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ നിന്ന് ജയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിൽ 4 ലക്ഷത്തിന് മുകളിൽ വോട്ട് കിട്ടി സുരേഷ് ഗോപി ജയിക്കുമെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത്. അതൊക്കെ വെറും കോമഡിയാണെന്ന് പ്രകാശ് ജാവ്ദേക്കറിന് ജൂൺ 4 റിസൾട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിൽ 66.47 പോളിംഗ് രേഖപ്പെടുത്തിയ തിരുവനന്തപുരത്ത് LDFന്റെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ, UDFന്റെ സ്ഥാനാർത്ഥി ശശി തരൂർ, BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നിവരാണ് അവിടെ മത്സരിച്ചത്. അവിടെയും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നത്. എന്തായാലും ശശി തരൂർ അവിടുത്തെ നിലവിലെ MP ആയിരുന്നു. MP എന്ന രീതിയിൽ ജനങ്ങൾ അത്രയൊന്നും സംതൃപ്തരല്ല. കാരണം കേരളത്തെ സംബന്ധിക്കുന്ന പല വിഷയങ്ങളിലുമൊന്നും കാര്യമായി തന്നെ ശശി തരൂരിന് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. രാജ്യത്തെ സംബന്ധിക്കുന്ന പല വിഷയങ്ങളിലും കോൺഗ്രസിന് നിലപാടില്ലാത്ത സാഹചര്യം. ഒപ്പം കോൺഗ്രസിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ BJPയിലേക്ക് പോകുന്ന കാഴ്ച. കോൺഗ്രസിന് കുത്തിയാൽ BJPക്ക് കുത്തുന്നത് പോലെയാണ്, അതായത് കൈക്ക് കുത്തിയാൽ താമരയാണ് വിരിയുന്നത് എന്നൊക്കെ ജനങ്ങൾ നന്നായി തന്നെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് ഇക്കുറി രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നൊക്കെയാണ് പ്രകാശ് ജാവ്ദേക്കറൊക്കെ പൊട്ടിച്ചിരിക്കുന്ന പടക്കം. എന്തായാലും മൊത്തത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഇക്കുറി LDFന് അനുകൂലമായൊരു മണ്ണാണ് തിരുവനന്തപുരം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ വലിയ റെക്കോർഡ് ഭൂരിപക്ഷമൊന്നും ഉണ്ടാകില്ലെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിന് പന്ന്യൻ രവീന്ദ്രനെ അവിടുത്തെ ജനങ്ങൾ രക്ഷപ്പെടുത്തും, ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് വിടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പന്ന്യൻ രവീന്ദ്രൻ MP ആയിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തിരിക്കുന്ന വികസനങ്ങൾ മാത്രവുമല്ല, പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ വളരെ ഒരു സിമ്പിളായിട്ടുള്ള ജീവിതം, ഒപ്പം ഒരു രീതിയിലുള്ള അഴിമതിയുടെയും കറപുരളാത്ത വ്യക്തിയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് മുൻപന്തിയിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന വ്യക്തിയാണ്. അങ്ങനെ പന്ന്യൻ രവീന്ദ്രന് ഒരു ക്ലീൻ ചീറ്റാണ് നിലവിൽ തിരുവനന്തപുരത്തുള്ളത്. അതേസമയം ശശി തരൂരിനെയും രാജീവ് ചന്ദ്രശേഖരനെയും ഒക്കെ എടുത്തു നോക്കിയാൽ കോടീശ്വരന്മാരാണ്. മാത്രവുമല്ല രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ ജയിപ്പിച്ചു വിട്ടാൽ എന്താണ് സംഭവിക്കാൻ പോകുകയെന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ ഒന്നും
മണ്ഡലത്തിലൊന്നും അഡ്മിറ്റേ ചെയ്യുന്നില്ല തിരുവനന്തപുരംകാർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ നിരവധി തവണ ജയിപ്പിച്ചു വിട്ടെങ്കിലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. വലിയ വികസനങ്ങൾ അവിടെ സംഭവിച്ചിട്ടില്ല. ശശി തരൂർ MP ആണ് എന്ന് മാത്രം പറയാം. അദ്ദേഹം നല്ല കഴിവുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവ് ആ മണ്ഡലത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ കുറി പന്ന്യൻ രവീന്ദ്രൻ ജയിക്കാനുള്ള സാധ്യതയാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ 6 VIP മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് കോൺഗ്രസിന് സാധ്യത പ്രവചിക്കുന്നത്. ആ മണ്ഡലത്തിൽ ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി ജയിച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അത് കൈവിടുന്ന സാഹചര്യം ഉണ്ടാകും. അവിടെ വീണ്ടും ഒരു ഇലക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ LDF ആ സീറ്റ് പിടിച്ചടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.